So dear students, welcome to SS Physics classes. നമ്മുടെ NEET revision day 5 with a very good chapter, work, power, energy. So dear one, are you working hard? വളരെ ഹാപ്പിയോടെ അധ്വാനിക്കുന്നുണ്ടോ? The word happy means ഓർമ്മയിരിക്കട്ടെ, ഒരു പ്രഷറും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നന്നായിട്ട് അധ്വാനിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നന്നായിട്ട് പ്രാർത്ഥിക്കുക. ടൈം മാനേജ്മെന്റ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമായ വഴികളിലൂടെ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അത് നിങ്ങളുടെ നീറ്റ് പരീക്ഷയിലേക്ക് ഏറ്റവും നല്ല പെർഫോമറായിട്ട് മാറ്റും. ഓരോ ദിവസത്തെ വർക്കാണ് ഏറ്റവും പ്രാധാന്യം. ഓരോ മണിക്കൂറിലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓരോ മിനിറ്റിലെ ആറ്റിറ്റ്യൂഡ്, ഇത് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓരോ ദിവസവും പെർഫെക്റ്റ് ആയി മാറുക. അങ്ങനെ ഇനിയുള്ള ദിവസം ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് മടുപ്പില്ലാതെ ഹാപ്പിയോടെ അധ്വാനിക്കൂ. ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കൂ, നന്നായിട്ട് അധ്വാനിക്കൂ. So here our work, power, energy. So we can just go with our previous year question paper analysis. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ലുക്ക്, വർക്ക് പവർ എനർജി ആൻഡ് ദ കൊളിഷൻ വിത്ത് 72 ക്വസ്റ്റ്യൻസ്. അപ്പൊ അവിടെ തന്നെ നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ ഇറ്റ് മേ ബി 2+. സോ അത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിലും മിക്കവാറും വർഷങ്ങളിൽ അത് 3 ക്വസ്റ്റ്യൻസോളം. സോ ബി കെയർഫുൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ഇതിലെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒത്തിരി വരുന്നത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ ഈ ചാപ്റ്റർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ വി ക്യാൻ വെയിറ്റ് മിനിമം 2, sometimes 2+1 questions from this chapter. അപ്പൊ അതില് കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ കൊളിഷൻസ്, ഇത് രണ്ടും സാധാരണ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ വരാത്ത തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരല്പ കോൺസെൻട്രേഷൻ കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് അവർ ടോപ്പിക് വർക്ക് ഡൺ. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ ഫസ്റ്റ്. അപ്പൊ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുമായിട്ട് മനോഹരമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻ എടുത്തു. അത് F.S ആണ്. അപ്പോൾ തന്നെ വ്യക്തമായി അതൊരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അല്ലെ? അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സാധാരണ രൂപത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 3 കേസസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് വാട്ട് ഓർ മേ ബി ഒരു അക്യൂട്ട് കൺസെപ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് occurs with 90 degree. And the third case, that is a very important another one, ഈ അപ്ലൈഡ് ഫോഴ്സുമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് that displacement occurs. ഇത് തമ്മില് നമുക്ക് മാറ്റി വേണമെങ്കിൽ വരയ്ക്കാം, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അവ തമ്മില് ഒരു ഒപ്റ്റീവ്സ് ആംഗിളും വരുമ്പോൾ എന്താണ് കണ്ടീഷൻ? അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, സപ്പോസ് ഇത് F ആയിട്ട് എടുക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ F cos θ വന്നു കഴിഞ്ഞു, അല്ലെ? എപ്പോഴും ഒന്നുകിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എലോങ് ദ ഫോഴ്സ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് എലോങ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് നമുക്ക് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആകുന്നതോടുകൂടി ദാറ്റ് F cos θ 0 ആകുന്നത് വഴി ഒരു പോസിറ്റീവ് കമ്പോണന്റ് അവിടെ കൊടുക്കുകയാണ്. പക്ഷെ ഇവര് തമ്മിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് 0 വാല്യൂ വരികയാണ്. ബട്ട് ഇഫ് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് വേ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്പ്ലേസ്മെന്റ്, just we can divide that force into 2 components, one along this way and one along this way.
അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആണ് നമ്മളുടെ ഫോഴ്സിന്റെ ഒരു കമ്പോണൻസ്. ഇത് നമ്മൾ തീറ്റ എടുത്താൽ ഇത് എഫ് കോസ് തീറ്റ എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസ്പെക്ട്സ് അവിടെ വർക്ക് ഡണ്ണിന് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 3 കേസസ് സാധാരണ രൂപത്തില് നമുക്ക് വർക്ക് ഡണ്ണുമായിട്ട് ബേസ് ചെയ്ത് ഓർക്കുക. ഇത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഹൗ വി ക്യാൻ സോൾവ് ഇറ്റ് ബൈ ദ മെത്തഡ് ഓഫ് ഇന്റഗ്രേഷൻ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാത്തിലൂടെ നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് സേ ഇൻ ദിസ് വേ, അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ സേ എ ടു ബി ഓഫ് ദാറ്റ് എഫ് ഡോട്ട് ഡി എസ്. ആ എഫ് ഡോട്ട് ഡി എസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, ഇത് ഒരു 3 ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണെങ്കിൽ കീപ് ഇൻ മൈൻഡ് അതിന് 3 കമ്പോണന്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് എക്സ് കമ്പോണന്റ്, 2 ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അനദർ വൺ അവരുടെ വൈ കമ്പോണന്റ്. പല സ്റ്റുഡൻസും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മറ്റ് കമ്പോണന്റുകളെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് വഴി നമുക്ക് റോങ് ആൻസറിലേക്ക് വരാറുണ്ട്. അത് ഓർക്കുക. ഇപ്പൊ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ മൂവ്മെന്റിന്റെ പ്ലെയിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ ഒരു എക്സ് വൈ പ്ലെയിൻ എങ്കിലും അവിടെ വരാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈവൻ തെർമോഡൈനാമിക്സിന് പോലും ആപ്ലിക്കബിൾ ആകുന്ന ഗ്രാഫിക്കൽ ട്രീറ്റ്മെന്റ് മറന്നു പോകരുത്. ഇപ്പൊ സാധാരണ രൂപത്തില് സേ നമുക്ക് വർക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഗ്രാഫ്, നമ്മുടെ ആ പി വി ഡയഗ്രാം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് കർവ് വരുമ്പോൾ അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ പ്രഷർ വോളിയം കർവാണ് വരുന്നതെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ 3 കേസസ് സ്ഥിരതയോടെ നമ്മുടെ എക്സാമിന് വേണ്ടി ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കുന്ന ആസ്പെക്ട്സുകളാണ്. കീപ് ഇൻ മൈൻഡ്. സോ വി കൻ മൂവ് വിത്ത് ദ വളരെ പ്രധാനപ്പെട്ട വർക്കുമായിട്ട് ബന്ധപ്പെട്ട 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടുമ്പോൾ അതിനെ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി അപ്രോച്ച് ചെയ്ത് എറർ ഇല്ലാത്ത ആൻസറിലേക്ക് വരിക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ആ തിയറി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതെങ്ങനെ കോൺഫിഡന്റോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ലൈവ് ക്ലാസ്സിന്റെ ഒരു പോസിറ്റീവ്നെസ് അതാണ്. നിങ്ങളെ പെട്ടെന്ന് ചിന്തയിലേക്ക് നമുക്ക് നയിച്ചു കൊണ്ടുപോകും. പെട്ടെന്ന് പ്രസൻസ് ഓഫ് മൈൻഡിൽ ആൻസറിലേക്ക് വരാൻ പറ്റും. അതേ കോൺസെപ്റ്റ് ആണ് നമ്മുടെ എക്സാമിനേഷൻ ഹാളിലും. അതുകൊണ്ട് ലൈവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വാട്ട് ഈസ് യുവർ മൈൻഡ്, അത് നമുക്ക് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ആൻസറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ ചോദ്യം. Is given that F force, so that is given as is equal to 20 plus 10y, acts on a particle in y direction, where F is in Newton and y is in meter. The work done by this force to move the particle from y is equal to 0 to y is equal to 1. അവിടെ തന്നെ നമുക്ക് ഏത് മെത്തേഡ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും? കമാൺ മെസ്സേജ് മീ. ഏത് മെത്തേഡ് വെച്ച് നമുക്ക് ഇത് ആൻസറിലേക്ക് വരാൻ പറ്റും? പെട്ടെന്ന് മെസ്സേജ് ചെയ്തേ. കമാൺ എവരിബഡി. ഏത് മെത്തേഡാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്താൽ ഇത് വളരെ ഈസിയോടെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും? ലിമിറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാം അല്ലെ? യെസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സിംപ്ലി ഇന്റഗ്രേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് കൊടുത്തേ, that y is equal to 0 to that y is equal to 1, that is f dy. So that is a simple ആയിട്ടുള്ള ഫോർമുല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. So we can just substitute that f as 20 plus 10y
that much into dy. ഇതിനെ നമുക്ക് രണ്ട് ടേംസ് ആക്കി മാറ്റുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to 1 20 dy plus integral 0 to 1 that 10y dy. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം ഓർക്കുക, ദാറ്റ് എക്സ് റൈസ് ടു എൻ dx ആണ് നമ്മൾ ഇന്റഗ്രൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും x raised to n plus 1 by n plus 1. That is the concept here. So അപ്പൊ ഇവിടെ 20 into x raised to y raised to 0 ആയിട്ട് എടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് 20y ആയിട്ട് നമുക്ക് കിട്ടി. Between the limits is 0 to 1 plus that 10 into y. അപ്പം y raised to n plus 1, 1 plus 1, 2 by 2 between the limit 0 to 1. So നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ upper limit minus lower limit നമ്മൾ ഒന്ന് കൊടുത്തേ. The same way here, the 10 by 2 as 5 into y square minus 0. So that is equal to, come on everybody, and give the answer. Message me please. But an answer like you one. Come on everybody. But speed up or answer like you one. So you get the answer 20 plus 5. And you get that choice as is equal to 25 joule. That is exactly CSD choice. Very good, very good. നമ്മൾ ഇന്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൈ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയ റെക്ടാങ്കുലർ കമ്പണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വരിക. നോക്കി, a uniform force that is given as F is equal to 3I plus J, that much Newton is acts on a particle of mass 2 kilogram, and the particle is displaced from the R1 as 2I plus K meter to the position that is R2, that is equal to 4I plus 3J minus K. The work done by the force on the particle is, so simple ആയിട്ട് നമുക്കറിയാം, the work done എന്ന് പറയുന്നത് F dot that displacement R. അപ്പൊ അതില് നമ്മളുടെ യൂണിറ്റ് വെക്ടർ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം അതിൽ വരുന്ന കമ്പോണൻസ് വരുമ്പോൾ I dot Iയും J dot Jയും അതോടൊപ്പം K dot Kയും മാത്രമേ എക്സിസ്റ്റഡ് ആകൂ എന്ന് നമുക്കറിയാം, കാരണം അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള റിലേഷൻ എങ്ങനെ വരും? fxrx plus fyry plus fzrz. That is very important. Yes. അപ്പൊ നമുക്ക് ഇവിടെ r-ന്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ ആയിട്ട് നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ that r take the value as is equal to 4i minus 2i as 2i 3j minus 0, that is plus 3j, and that minus k, so minus 2k. നമുക്ക് കംഫർട്ട് ആയിട്ട് r കിട്ടി. ഫോഴ്സ് ഈസ് ഹിയർ. അവിടെ ഓർക്കണം, ഈ ഫോഴ്സിന്റെ k കമ്പോണന്റ് എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ നമുക്ക് fxrx എന്ന് പറയുമ്പോൾ 3 into 2 plus fy, that is 1 into 3. So plus fz as 0 into rz as minus 2. So 6 plus 3 plus 0, and you get the answer as 9 joule exactly, and you get the choice as D choice. So ചിലരുടെ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് അതിന്റെ ആൻസറിലേക്ക് വരിക. യെസ്, വി ആർ വെയിറ്റിംഗ് അനദർ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ. കം ഓൺ എവരിബഡി, പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ച്. നമ്പർ 3. യെസ്, വെരി ഗുഡ്. നന്നായിട്ട് അപ്രോച്ച് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചേ. കം ഓൺ. Here the force on a particle moving in a straight line varies with the distance d as shown in the figure. The work done on the particle during its displacement of 12 meter. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 തുടങ്ങി 12 വരെയുള്ള അവന്റെ മോഷനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്കറിയാം അത് എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴേക്കും ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. ഇവിടെ 0 മുതൽ 3 വരെ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ അപ്പൊ ദാറ്റ് ഈസ് A1 എന്ന് നമുക്ക് എടുക്കാം. രണ്ടാമത്തത് 3 to 7 നമ്മുടെ A2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദിസ് വൺ ആൻഡ് ദിസ് വൺ വി ക്യാൻ ടേക്ക് ആസ് ദാറ്റ് ഈസ് ഫ്രം 7 to 12 ആസ് A3. അപ്പോ A1 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ആക്സിസ് തന്നെയാണ്, അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ 0 ആണ്. ദെൻ 7 to 3 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആണ് അല്ലെ. അപ്പോ വെർട്ടിക്കൽ ആക്സിസ് ഇൻറ്റു 2, അപ്പൊ 4 into 2 പ്ലസ് ദാറ്റ് A3 എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ദാറ്റ് this one 7 minus 12, that is 5 into, and the altitude it takes the value as is equal to 2. So that is equal to, come on everybody, yes, very good, you are right, exactly. So 8 plus 5, so that is equal to 13 joule. You get the concept? So we can തറവായിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ്സ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. അത് നന്നായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇപ്പൊ നമ്മൾ ഡേ 5-ലാണ്. ആദ്യത്തെ 4 ദിവസവും നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും കോൺസെപ്റ്റ്സിലൂടെയും മൂവ് ചെയ്യാൻ പറ്റി. സോ ഇറ്റ് ബിക്കം എ വെരി ഗുഡ് റിവിഷൻ വിതൗട്ട് ലൂപ്പ് ഹോൾസ്. അപ്പൊ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. കൃത്യമായിട്ട് അത് ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിച്ചാൽ നല്ല റാങ്ക് നീറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നോ ഡൗട്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ 25 days വിത്ത് SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങൾ പോലും അറിയാതെ എല്ലാ ടോപ്പിക്കും നന്നായിട്ട് റിവൈസ്ഡ് ആയിരിക്കും. സോ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. എ ഗുഡ് ക്വസ്റ്റ്യൻ. 300 joule of work is done in sliding a 2 kilogram block up an inclined plane of height 10 meter. The work done against the friction is, so that is we need to find it. അപ്പൊ ആ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കിയേ, നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെന്നാണ് പറയുക. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 10 meter. സോ തീറ്റ നമുക്ക് അൺനോൺ ആണ്. അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഒരു ബ്ലോക്കിനെ അപ്പ് ചെയ്യാൻ, മുകളിലോട്ട് മൂവ് ചെയ്യാൻ 300 joule ഓഫ് വർക്ക് ഈസ് ഡൺ. ഇവന് എസ് ഹൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. എസ് സ്ലോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് വേണ്ട വർക്ക് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യേണ്ട എഫ് ഡോട്ട് എസ് ആണ് നമ്മുടെ ഫോർമുല. അപ്പം ഈ പറയുന്ന നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്തുമാത്രമാണ് അവിടെ വരേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ വെയിറ്റ്. വാട്ട് ഈസ് ദ, ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാം. നമുക്ക് വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. അത് mg ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അതിന് നമ്മൾ 2 കമ്പോണന്റുകളായിട്ട് നമ്മൾ മുറിച്ചപ്പോൾ, ആൻഡ് ദിസ് കമ്പോണന്റ് ബിക്കം തീര, ആൻഡ് ദിസ് ബിക്കം mg cos തീര, ആൻഡ് ദിസ് ബിക്കം mg sin തീര. പിന്നെ നമ്മൾ മറന്നു പോകരുത്, റിയാക്ഷൻ ഈസ് ദേർ, ദ വേർട്ടിക്കലി. അപ്പോ നമ്മൾ അപ് ദ പ്ലെയിൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം mg sin തീറ്റയെ നശിപ്പിക്കണം, എന്നാൽ മാത്രമേ മേപ്പോട്ട് പോകാൻ പറ്റൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അപ്പൊ നമ്മൾ ബോഡി മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? കമാൻ സേ, മെസ്സേജ് മീ, ഇൻ വിച്ച് ഡിറക്ഷൻ ദാറ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആക്ടിങ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക? കമാൻ എവരിബഡി പ്ലീസ് റെസ്പോണ്ട്. അപ്പൊ ഇവിടെ കൃത്യതയോടെ നമ്മുടെ ബോഡി അറ്റ് ദ പ്ലെയിൻ ആണ്, അപ്പം മുന്നോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ കറസ്പോണ്ടിങ്ലി ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഓർക്കുക, ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് എന്നുള്ള തരത്തില് നമുക്ക് പറയാം ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, ദാറ്റ് ഈസ് വെരി ഗുഡ് ആൻസർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ഫോഴ്സ് അവിടെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ, കീപ് ഇൻ മൈൻഡ്, ഈ ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ ഒറിയിടാകണം. mg sin തീറ്റയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ആസ്പെക്ട്സിൽ നമ്മൾ ചെയ്യണം.
അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് വ്യക്തതയോടെ നോക്കി mg sin theta പ്ലസ് നമ്മുടെ ഫ്രിക്ഷൻ that much into s. So that is equal to mg sin theta into s plus that friction into s. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the work done that against friction. അപ്പൊ ഈ വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. So we can write that W that for friction that is equal to the total work done minus mg sin theta into s. So that is aspect. So that is equal to, that is given the total work done as 300 minus mg into what is the sin theta into s. So that is the needed ആയിട്ടുള്ള കാര്യം. ഇവിടെ h ആണ് നമുക്ക് തന്നിരിക്കുക. You just find the value of a sin theta, that is equal to, simply we can say yes, h opposite side division by the hypotenuse, the length of the incline. So we can say that h by s. So we can just put the value in place of s sin theta. So നമുക്ക് ഇവിടെ വേണ്ടത് s sin theta അല്ലേ? അതിനെ നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? h ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിലോ that 300 minus that mass is given as 2 kilogram, g the 10, and the height is given as yes 10 meter. So that is equal to 300 minus that 200, and you get the answer as 100 joule. Exactly our choice number 1. So that is the answer. അപ്പൊ ഇവിടെ up the inclined plane ആണ്. പക്ഷെ keep in mind another aspect. Suppose നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ താഴോട്ടാണ് വലിക്കുന്നതെങ്കിൽ ഈ റിലേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ടോട്ടൽ വർക്ക് ഡണ്ണിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ, സപ്പോസ് നമ്മുടെ ബ്ലോക്കിനെ താഴോട്ടാണ് വലിക്കുന്നതെങ്കിൽ ഈ അവിടുത്തെ ഫോഴ്സിനെ കുറിച്ച് ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു. അപ്പോൾ താഴോട്ടാണ് മോഷൻ വരുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ mg sin theta ഇങ്ങോട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ബിറ്റ്വീൻ ദ സർഫസിലായിരിക്കും ഫ്രിക്ഷണൽ ആസ്പെക്ട് വരിക. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ mg sin theta മൈനസ് ദാറ്റ് ഫ്രിക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. ഇനി ഒരു പോയിന്റ് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അപ്പൊ അവിടുത്തെ ഫ്രിക്ഷൻ? സാധാരണ കേസ് മാതിരി മ്യൂ ടൈംസ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പൊ റിയാക്ഷൻ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ സർഫസിലെ വെയിറ്റ് എന്ന് പറയുന്ന ആസ്പെക്ട് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഓർക്കണേ. ഇവിടെ റിയാക്ഷൻ ആയിട്ട് വരുന്നത് അവനെ ക്യാൻസൽ ചെയ്യുന്നത് mg cos theta ആണ്. അതുകൊണ്ട് mg മാത്രമല്ല എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ. റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരിക. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്. നമുക്ക് നാളെ വെയിറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് റിജിഡ് ബോഡി ഡൈനാമിക്സ്, റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ എങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റും. നീറ്റ് 2013 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ മിക്കവാറും വർഷങ്ങളിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരുവിധം ടഫ് ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് നമുക്ക് ഡേ 6ലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ അതിന് ഹോംവർക്ക് ചെയ്തതിന് ശേഷം തിയറിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്മൂത്ത് ആയിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ സൺഡേ നമുക്ക് സ്റ്റഡി ലീവ് ആണ്. മൺഡേ മുതലായിരിക്കും ക്ലാസ് ഡീല് ചെയ്യുന്നത്. ഓണം ഹോളിഡേയ്സിൽ കുറച്ച് ദിവസം കുറച്ച് പേരുടെ ആവശ്യപ്രകാരം ക്ലാസ് ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ +1 വളരെ കാര്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് റൊട്ടേഷണൽ മോഷൻ ആണ്, മറന്നു പോകരുത്. വളരെ സീരിയസോടെ പഠിച്ചതിന് ശേഷം അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ആൻഡ് വർക്ക് എനർജി തിയറി. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. കൈനറ്റിക് എനർജി എന്നൊരു ആസ്പെക്ട്സ് വരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരും.
ഇതെങ്ങനെ സ്കേലാർ ക്വാണ്ടിറ്റി ആയെന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, ദാറ്റ് ഈസ് വി ഡോട്ട് വി. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ആസ് ഹാഫ് എം വി ഡോട്ട് വി. ഈ കൈനറ്റിക് എനർജിയെ നമുക്ക് മൊമെന്റത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഒരു എം കൊണ്ട് ന്യൂമറേറ്ററും അതോടൊപ്പം ഡിനോമിനേറ്ററും നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് പി സ്ക്വയർ ഡിവിഷൻ ബൈ 2m. ഇത് ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻ ആണ് മിക്കവാറും നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരിക. ദാറ്റ് പി ടേക്ക് ദ വാല്യൂ as is equal to root 2m into കൈനറ്റിക് എനർജി. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. മിക്കവാറും നമ്മുടെ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് ഗ്രാഫാണ്. നമ്മളിപ്പോ ഈ എനർജിയും മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്താൽ how we can draw the curve between that energy versus that momentum. And here we know that E is proportional to P square. അങ്ങനെയാണെങ്കിൽ ആ കർവിന്റെ പ്രത്യേകത ഒന്ന് ഷെയർ ചെയ്തേ. ഈ കർവ് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് എ കർവ് ഫോർ ഇ ആൻഡ് പി ഇഫ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ? അതേപോലെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ട് ഈസ് ദ കർവ് വിത്ത് ഇ ആൻഡ് സോ ദ നെക്സ്റ്റ് വൺ ആസ് മാസ്. അപ്പൊ ഇവിടെ നമ്മൾ മാസ് എന്ന് പറയുന്നത് പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോക്കിയേ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ, സ്ക്വയർ ആയിട്ടാണ് അല്ലെ. അപ്പൊ കീപ് ഇൻ മൈൻഡ് പരാബോളിക് സ്ട്രക്ചർ ആയിരിക്കും കർവ് വരിക. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ ഇവിടെ എം കോൺസ്റ്റന്റ് നമ്മള് ഇവിടത്തെ കേസില് ഇ വേഴ്സസ് എമ്മിന്റെ കർവാണ് നമുക്ക് വേണ്ടത്. മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓർക്കുക ദാറ്റ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഈ പ്രൊപ്പോർഷണൽ ടു 1/m ആണ് നമുക്ക് കേസ് വരുന്നത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ കൈനറ്റിക് എനർജി വരുമ്പോൾ സാധാരണ കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഏരിയാസ് പറയാം. അത് കൈനറ്റിക് എനർജിയുടെ കേസിൽ സ്റ്റാർ ഇട്ട് വെച്ചേക്കുക. ഒന്ന്, സാധാരണ ഓബ്ലിക് പ്രൊജക്ഷനിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയ യു കോസ് തീറ്റ ആണ് ഉള്ളത് കൊണ്ട് half into m into that velocity u cos theta square. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പൊ നമ്മുടെ ഹാഫ് എം വി സ്ക്വയറിന് പകരം റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ അവിടെ മനസ്സിൽ ഓർക്കേണ്ടത് എമ്മിന് പകരം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. ലീനിയർ വെലോസിറ്റിക്ക് പകരം നമുക്ക് കൊടുക്കാം ഒമേഗ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് അനദർ ആസ്പെക്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് റോളിംഗ് മോഷനിലെ കൈനറ്റിക് എനർജി എന്താണ്? അവിടെ ഓർക്കണേ, ലീനിയർ ആയിട്ടുള്ള കൈനറ്റിക് എനർജിയോടൊപ്പം തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കമ്പോണന്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. അടുത്ത് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ SHവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പൊ നമ്മുടെ മെയിൻ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന സെപ്പറേഷൻ ഉള്ള ഡിസ്പ്ലേസ്മെന്റിൽ എന്താണ് കൈനറ്റിക് എനർജി? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ ഇത്രയും റിലേഷൻസ് മറക്കാതെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് നമ്മുടെ കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ക്യാൻ ബി റിലേറ്റ് വിത്ത് ഫോഴ്സ്. ദ റിലേഷൻ വിത്ത് ഫോഴ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റിലേഷൻ വിത്ത് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൺസർവേറ്റീവ് ഫോഴ്സസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന റിലേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് സെപ്പറേഷൻ. F is equal to minus du by dr. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം,
നമ്മൾ സെക്കൻഡ് ഇയറിൽ വരെ ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഈ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് നമ്മൾ കൂടുതൽ എൻഗേജ് ചെയ്യേണ്ട റിലേഷൻ എന്ന് പറയുന്നത് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട കേസാണ്. സ്പ്രിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് half k into x square. ആൻഡ് ദ സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് നമ്മുടെ ഈ പറഞ്ഞ ഒബ്ലിക് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക mt into the maximum height. അപ്പൊ അവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് u സ്ക്വയർ sin സ്ക്വയർ തീറ്റ ഡിവിഷൻ ബൈ 2g. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് റിലേഷൻ വന്നു കഴിഞ്ഞു, half m u സ്ക്വയർ sin സ്ക്വയർ തീറ്റ. ഇനി നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മറന്നു പോകാൻ പാടില്ലാത്തൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു -gmm ഡിവിഷൻ ബൈ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -gm/r. സാധാരണ so one second please. Yes, -gmm/r. അത് വളരെ നമ്മുടെ ഈവൻ ന്യൂക്ലിയസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആറ്റമിക് സ്പെക്ട്രയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -gmm/r എന്ന് പറയുന്ന കേസ്. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് മനസ്സിൽ ഓർക്കണേ. That is equal to -k 1/4πε0 that q1 q2 division by separation. അപ്പൊ ഇതേപോലത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം, മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് ആണ്, ലുക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് ഇക്വിലിബ്രിയം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കേസസ് അവിടെ വരാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം, then unstable equilibrium, and the next one, that is another very important case, neutral equilibrium. സാധാരണ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് തരാം, ദാറ്റ് u എന്ന് പറയുന്നത് ax² - bx എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലുള്ള ബോഡി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ? അതിന്റെ ഒരു ഫിസിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സീ ദ ഗൈസ്, ഇങ്ങനെ ഒരു ബോളിനകത്ത് നമ്മൾ ഒരു ബോൾ വെച്ചിട്ട് അതിലൊരു ചെറിയ ജർക്കിംഗ് മുകളിലോട്ട് കൊടുത്താൽ ഇറ്റ് വിൽ കം ടു ദ ഇനിഷ്യൽ സ്റ്റേജ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാം. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. പക്ഷെ അതിന് പകരം ഈ ബോൾ എന്ന് പറയുന്നത് തലകുത്തനെ വെച്ചിട്ട് ഇവിടെയാണ് ബോൾ നമ്മൾ വെച്ചാൽ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഒരു ചെറിയ ജർക്കിംഗ് കൊടുത്താൽ തന്നെ അവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഈ പറയപ്പെടുന്ന ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിലാണെങ്കിൽ എങ്ങോട്ട് ടിൽറ്റ് ചെയ്താലും പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് നമുക്ക് ന്യൂട്രൽ എന്ന് പറയാം. ഈ ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ കേസ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഓർക്കണം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ d²u/dr² എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ അൺസ്റ്റേബിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നതെങ്കിൽ മറന്നു പോകരുത്, d²u/dr² എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കണം. അത് ന്യൂട്രൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ d²u/dr² എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്, മറന്നു പോകരുത്. പിന്നെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എനർജി തിയറമാണ്. എന്താണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്? കീപ് ഇൻ മൈൻഡ് ദാറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് whatever may be the cases, അത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും.
കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വി കൻ ഗോ വിത്ത് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്ക് വളരെ ഈസിയോടെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കം ഓൺ ക്വിക്ക് എവരിബഡി. വളരെ കാര്യമായിട്ട് തന്നെ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ച് പെട്ടെന്ന് അതിന്റെ ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയേ. ഇറ്റ് ബിക്കംസ് സോ ഗുഡ് ഫോർ യു. See the first question. When a long spring is stretched by 2 centimeters, നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ മോഡുലസ് നമുക്ക് എടുക്കാം ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ഇതിലെ ഫസ്റ്റ് കേസ് യു എന്ന് പറയുന്നത് that extension is given as is equal to 2 centimeter. നമുക്ക് 2 സ്ക്വയർ ആയിട്ട് കൊടുക്കും. And if the spring is stretched by 10 centimeter, അപ്പൊ നമുക്ക് അതിനെ u2 ആയിട്ട് നമുക്ക് എടുക്കാം. That is equal to half k into 10 centimeter square. But we have to relate with the initial one u, but it will offer only 2. So നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 10നെ 2 into 5 ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. So that is equal to half k into 2 square into 5 square ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. Yes or no? Come on everybody, give the answer. So that is equal to half k 2 square is what? That is equal to u. So we can say our answer as, come on everybody. Yes, very good. Exactly. You get the answer as the first option A. നിങ്ങളെ കോൺഫിഡന്റോട് കൂടി അപ്രോച്ച് ചെയ്തോളൂ കിട്ടുന്ന അവസരം. കാരണം നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒരു 45 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ഒരു 40ഓളം ക്വസ്റ്റ്യൻ 41 ക്വസ്റ്റ്യൻസും നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. അപ്പൊ ഇവർ അത് 50 ക്വസ്റ്റ്യൻ ആയിട്ട് മാറുകയാണ്. എന്നാൽ പോലും ഓർക്കുക, പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ആണ് കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യനുകളിലേക്ക് വരാനുള്ള ശ്രമം നടത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ഗുഡ് ആയിട്ടുള്ള നമുക്കൊരു മിസ്കൺസെപ്റ്റിലോ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ കാണുക. The kinetic energy of a particle is increased by 300%. The momentum of the particle will increase by. ഒരു മിസ്കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. That concept is error relation എന്ന് പറയുന്നത്. Error relation is valid only for if the percentage change is less than 10%. 10% താഴെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എറർ റിലേഷൻ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സാധാരണ ജെനുവിൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യാവൂ. How we can solve it? The kinetic energy of a particle is increased by 300%. അപ്പൊ ഇപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ke1 ആണെങ്കിൽ അപ്പൊ ke2 എത്രയായിട്ട് മാറിയെന്നാണ് പറയുന്നത്? 300% എന്ന് പറയുമ്പോൾ 3 ടൈംസ് ആയിട്ട് മാറിയെന്നാണ്. അപ്പോ +3 കൈനറ്റിക് എനർജി ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത് 4 ടൈംസ് ഓഫ് എനർജി ആയി. ഇവിടെ പറയാണ് വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് ബൈ ഹൗ മച്ച് പെർസെന്റേജ്. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് നമ്മൾ നേരത്തെ വളരെ കാര്യമായിട്ട് ഒരു ഇക്വേഷൻ എഴുതി വെച്ചു അല്ലെ. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവിഷൻ ബൈ 2m. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ p² എന്ന് പറയുന്നത് 2m കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൊമെന്റ് എന്തായിട്ട് മാറി? സിമ്പിൾ ആയിട്ട് കമൻസേ √2m ഇൻറ്റു കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കഴിയും. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് ആ മൊമെന്റം അറിയാമെങ്കിൽ ആ മൊമെന്റം ബേസ് ചെയ്തിട്ട് അതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ദാറ്റ് ഇനിഷ്യൽ വാല്യൂ മൈനസ് ദാറ്റ് ഫൈനൽ വാല്യൂ, അല്ലെങ്കിൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പൊ ചേഞ്ച് കിട്ടി കഴിഞ്ഞു വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇനിഷ്യൽ ഇൻറ്റു 100%. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. പെർസെന്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇവിടുത്തെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ദാറ്റ് pf എന്ന് പറയുന്നത്, ഓർക്കുക അവിടെ കൈനറ്റിക് എനർജിക്ക് വ്യത്യാസം വന്നിരിക്കുന്നത് 4 കൈനറ്റിക് എനർജിയാണ് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? 2m ഇൻറ്റു 4 കൈനറ്റിക് എനർജി ഇനിഷ്യൽ മൈനസ്
നമ്മുടെ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ അവന്റെ കൈനറ്റിക് എനർജി ke1 ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഡിവിഷൻ ബൈ √2m കൈനറ്റിക് എനർജി. അപ്പൊ √2m കൈനറ്റിക് എനർജി എല്ലാത്തിലും അങ്ങ് ക്യാൻസൽ ആയിപ്പോയി അല്ലെ. അപ്പൊ ഇവിടെ √4 ആണ് വന്നത്. √4 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആയി. സോ 2 മൈനസ് 1/1 that much into 100%. That is the answer. So 1 into 100%. You get the answer as exactly C as the answer for question number 6. Are you comfort? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒരു കാരണവശാലും ഈ തരത്തിലേക്ക് പോകരുത്. അവിടെ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ പോലും അറിയാതെ എഴുതാൻ സാധ്യതയുള്ളത് ഡെൽറ്റ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഈ തരത്തിലായിരിക്കും. നമുക്ക് ഇപ്പൊ പിക്കാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയെന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി റൈസ് ടു 1/2 ആയിട്ട് എഴുതും. അപ്പൊ ഡെൽറ്റ p/p എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ke/k എന്ന് നമ്മൾ എഴുതും. ആ തരത്തിലേക്ക് പോകരുത്. ഇറ്റ്സ് എ റോങ് കൺസെപ്റ്റ്. കീപ് ഇൻ മൈൻഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. Is it clear? So dear student, and we are with a very good question. കുഞ്ഞുങ്ങളെ ഓർക്കുക, എൻ്റെ പേര് സാംസൺ എന്നാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് +1 +2 റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻസിനോടൊപ്പം നീറ്റ് ജെഇ കീം വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. Proud to say my students got കീമിലും നീറ്റിലും നമ്മുടെ കീം മെഡിക്കലിലും ഒക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളെ പരിശീലിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവം വരുത്തിയിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. സോ ബി കോൺഫിഡൻറ്റ് വിത്ത് മൈ ഓൺ വേ. ഉറപ്പായിട്ടും കമ്മിങ് നീറ്റിൽ ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് SS ഫിസിക്സ് ക്ലാസിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഫിസിക്സിനകത്ത് ഒരു ചെലവുമില്ലാതെ നല്ലൊരു കണ്ടന്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അത് സ്ഥിരതയോടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ പാൻഡമിക്കിലെ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അവരിലേക്ക് ഈ ചാനൽ എത്തിക്കുവാൻ പ്ലീസ് ബി സപ്പോർട്ട്. കാരണം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി എനർജിയാണ്. ആ എനർജിയാണ് ഈ ക്ലാസിന്റെ രൂപത്തിലേക്ക് നിങ്ങൾക്ക് വരിക. ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ പ്ലീസ് ഷെയർ ദിസ് വൺ. കാരണം പല കുട്ടികൾക്കും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നൽകുന്നതാണ്. ഒത്തിരി ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നതാണ്. സോ പ്ലീസ് ഷെയർ ഇറ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L, the bob is pulled aside from its equilibrium position through an angle theta and then released. The bob passes through the equilibrium position with the speed. അപ്പൊ നമുക്ക് ഒരു റിജിഡ് കേസ് എടുത്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു ബോബിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് നമുക്ക് വെക്കാം. എന്നിട്ട് തീറ്റ ആംഗിൾ അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യെസ്, അവനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമ്മൾ അവനെ അവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് ഇവിടെ വരുമ്പോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുവഴി അവന്റെ വെലോസിറ്റി ഇവിടത്തത് എന്ത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഹൗ വി ക്യാൻ സോൾവ് ഇറ്റ്? അവിടെയാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇവനെ നമുക്ക് ഒരു റെഫറൻസ് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവനെ മുകളിലോട്ട് നമ്മൾ കൊണ്ടുപോകുക വഴി അവനൊരു പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കൊടുത്തിരിക്കുകയാണ് അല്ലെ. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ആ ഹൈറ്റിനെ h ആക്കി നമുക്ക് മാറ്റിയാൽ, അപ്പൊ ഇവിടെയുള്ള ആ mgh ആണ് ടോട്ടലായിട്ട് ഇവിടെ വരുമ്പോൾ അതിനെ കൈനറ്റിക് ആയിട്ട് മാറുന്നത്. ആ v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് വി ഹാവ് ടു യൂസ്. അപ്പൊ ഇവിടെ നമ്മുടെ എല്ലും സൈൻ തീറ്റയുടെയും രൂപത്തിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ എച്ചിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം മാസും ജിക്കും വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാകണം. അതിനേക്കാൾ മുന്നേ ആയിട്ട് നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇത് എച്ച് ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? അപ്പൊ അവന്റെ ലെങ്ത് L ആയിട്ടാ പറയുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഇത് L/h ആയിട്ട് മാറിയില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ആ കോസ് തീറ്റ ഒന്ന് കൺസിഡർ ചെയ്താൽ എന്താ സംഭവിക്കുമെന്ന് നോക്കിയേ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്ജസന്റ് സൈഡ് ഡിവിഷൻ ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടല്ലേ വരുന്നേ. അപ്പൊ L-h എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് അവിടെ L കോസ് തീറ്റ ആയിട്ട് മാറിയില്ലേ? അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈസിയോടെ നമുക്ക് h കണ്ടുപിടിച്ചൂടെ? ഒന്ന് കണ്ടുപിടിച്ചേ.
കമാൻ. അപ്പൊ എച്ചിന്റെ വാല്യൂ എങ്ങനെ നമുക്ക് എഴുതാം? എൽ മൈനസ് എൽ കോസ് തീറ്റ ആയല്ലോ. ദാറ്റ് മീൻസ് എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആയിട്ട് എച്ച് മാറിയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷനിലേക്ക് വരാം? അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എം ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് എം നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ഈ 2-നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് 2gl into 1 minus cos theta, and hence you get the answer. The b is equal to root of 2gl into 1 minus cos theta. So that is the very important relation, and hence we can take that b as the answer. Everybody, കുഞ്ഞുങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ക്ലിയർ ആകുന്നുണ്ടോ? Can I move forward? Everybody legible ആകുന്നുണ്ടോ കാര്യങ്ങൾ? Is it clear? Good question is waiting. Laws of motionന്റെ ഒരു ലിങ്ക് കൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്കത് ചെയ്യാം. നോക്കൂ, വർക്ക് എനർജി തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ പരിഗണിക്കാൻ പറ്റും. നോക്കൂ, എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന പോയിന്റ് എന്ന് നോക്കാം. A person holding a rifle, the mass of the person rifle together, it is given as is equal to as 100 kilogram. Stands on a smooth surface and fires 10 shots, 10 in number, horizontally in 5 seconds. Each bullet got a mass of 10 gram with a muzzle velocity 800 meter per second. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the final velocity acquired by the person എന്ന് പറഞ്ഞാൽ നമ്മുടെ recoil velocity of that capital M mass. അതാണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് പറയാണ് what is the average force exerted on the person. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് റീകോയിൽ വെലോസിറ്റിയിലേക്ക് നമുക്ക് വരിക? സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. എന്താണോ? അവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് നമ്മൾ യൂസ് ചെയ്തത്, ഓർക്കുന്നുണ്ടോ? അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം വരുമ്പോൾ ബിഫോർ ഫയറിംഗ് ഷുഡ് ഈക്വൽ ടു ആഫ്റ്റർ ഫയറിംഗ് അല്ലെ? അപ്പൊ ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ അവൻ റെസ്റ്റിലായിരുന്നു. എങ്കിൽ ആഫ്റ്റർ ഫയറിംഗ് നമ്മുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവന്റെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലസ്. പിന്നെ നമ്മുടെ ബുള്ളറ്റ്, നമുക്ക് 5 സെക്കൻഡിലുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ കൊടുക്കുന്ന എം മാസാണ് അവൻ്റെത്, അവന്റെ വെലോസിറ്റി അങ്ങനെ എത്ര എണ്ണം? 10 എണ്ണം. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ റീകോയിൽ വെലോസിറ്റി ആണ്. സോ എം ഇൻറ്റു വി എന്ന് പറയുന്നത് മൈനസ് എം ഇൻറ്റു വി ആയിട്ട് മാറി. സോ ദ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാം എൻ എം വി ഡിവിഷൻ ബൈ ദ ക്യാപിറ്റൽ എം. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ വി കണ്ടുപിടിക്കാം. Come on everybody, എന്താണ് ക്യാപിറ്റൽ വി ഇവിടെ പറഞ്ഞിട്ട്? സോറി, എൻ നമ്പർ എത്രയാണ്? 10 bullets ആണ് അല്ലെ? വെരി ഗുഡ്. സോ ഇൻറ്റു ദാറ്റ് മാസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് തന്നിട്ടുണ്ട് 10 gram ആണ്, മറന്നു പോകരുത് കിലോഗ്രാം ആക്കാൻ. ഇൻറ്റു ദ വെലോസിറ്റി, വെലോസിറ്റി എന്ന് പറയുന്നത് 800 ആണ്. ദ ഡിവിഷൻ ബൈ ദ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 100 ആണ്. സോ cancel ചെയ്യാം. So you get the answer as minus 0.8 that much meter per second. അപ്പോഴേ തന്നെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ? യെസ്. ഇനി വേണ്ടത് ആവറേജ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വർക്ക് എനർജി പ്രിൻസിപ്പിൾ മറന്നു പോകരുത്. വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇവിടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ റെസ്റ്റിലല്ലേ ആദ്യം? അപ്പൊ കൈനറ്റിക് എനർജി ഇനിഷ്യൽ 0 ആണ്. വർക്ക് എന്ന് പറയുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് ഇൻറ്റു അവനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഹാഫ് ഇൻറ്റു ആ പേഴ്സന്റെ വിത്ത് റൈഫിൾ ദാറ്റ് മാസ് ഇൻറ്റു അവന്റെ വെലോസിറ്റി സ്ക്വയർ അല്ലേ? യെസ്. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കുക? അത് മൂവ് ചെയ്യുന്ന സമയം നമുക്ക് തന്നിട്ടില്ലേ? യെസ്. അവന്റെ വെലോസിറ്റി നമുക്ക് അറിയില്ലേ? യെസ്. അപ്പൊ നമുക്ക് ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം?
half into mv square division by s എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ? Yes, so that is a very important one. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വീണ്ടും എന്താണോ ദാറ്റ് എസ് എന്ന് പറയുന്നത്, നമുക്ക് അവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ ടൈം എന്ന് എടുക്കുമ്പോൾ സോ വി ഇൻറ്റു ടി ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു വി വി ക്യാൻസൽ ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബൈ ടി. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് come on everybody, please try it. So that is equal to half into what is the mass there? For the person it is a 10 square. Then what is the velocity? 0.8 in which time? As a 5. So you get the concept as is equal to 10 cancel. So 10 into 0.8, you get the answer as 8 Newton. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷെ ഇവിടെ നമുക്ക് സ്വാഭാവികപരമായിട്ടും യു ഗെറ്റ് ദ കോൺസെപ്റ്റ്, എങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം അവിടെ അപ്ലൈ ചെയ്തു എന്നുള്ള ആസ്പെക്ട്. അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള ആസ്പെക്ട് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസർവേഷൻ മൊമെന്റം ബേസ് ചെയ്തു. ബിഫോർ ദാറ്റ് പ്രോസസ് momentum is 0 for the person and the bullet. അപ്പൊ ആഫ്റ്റർ ദാറ്റ് ആ പേഴ്സൺ പുറകിലോട്ട് വരുന്ന വെലോസിറ്റി നമ്മൾ വി ആയിട്ട് എടുത്തു. അപ്പൊ എം ഇൻറ്റു വി പ്ലസ് ദാറ്റ് ബുള്ളറ്റ്സിന്റെ, അപ്പൊ എൻ ബുള്ളറ്റ്സ് ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ എം വി. അപ്പൊ നമുക്ക് ബോഡി വിത്ത് ദ റൈഫിൾ വെലോസിറ്റി ക്യാപിറ്റൽ വി നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് വരാം. കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോ എഫ് ആവറേജ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി സ്ക്വയർ. അവിടെ ഓർക്കുക, നമ്മൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്തത് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. സോ യു ഗെറ്റ് ദ എക്സാക്ട് ആൻസർ ആസ് ദാറ്റ് തേർഡ് ചോയ്സ് as the answer for the question number 8. So we can move with the question number 9. A simple question is waiting for power. അപ്പൊ നമ്മുടെ പവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണേ വളരെ പ്രധാനപ്പെട്ട ചില കേസസ്. ഇൻസ്റ്റന്റേനിയസ് പവർ വരുമ്പോൾ മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ, ദാറ്റ് ഈസ് ഡി വർക്ക് ഡിവിഷൻ ബൈ ടൈം എന്നുള്ള ഒരു ആസ്പെക്ട്. അവിടെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ദാറ്റ് എഫ് ഡോട്ട് എക്സ് എന്നുള്ള ഒരു ആസ്പെക്ട്സ് വരുന്നത് കൊണ്ടാണ്. നമുക്ക് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ റൈറ്റ് ടു ബി ആസ് ഡി എക്സ് ബൈ ഡി ടി. That means is equal to f dot v. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ് ഇത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നതാണ്. അതോടൊപ്പം വേരിയബിൾ മാസ് സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം there the force എന്ന് പറയുന്നത് v into dm by dt. സോ വളരെ കംഫർട്ട് ആയിട്ട് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി ആയിട്ട് നമുക്ക് എഴുതാം. ഇത് വളരെ പ്രധാനമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് വേരിയബിൾ സിസ്റ്റം വരുമ്പോൾ. എസ്പെഷ്യലി നമ്മൾ ഒരു ഓസിൽ നിന്ന് വാട്ടർ ഒക്കെ ഫ്ലോ ചെയ്യുന്ന കേസിലുള്ള പവറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഈസിയോടെ ഈ റിലേഷൻ ഉപയോഗിക്കാം, വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പൊ ഇവിടത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ ബോഡി ഓഫ് മാസ് 1 kilogram, so mass is given as is equal to 1 kilogram, to move under the force that is given as F is equal to 2ti plus 3t square, where I, j are unit vectors along x and y axis. What power will be developed by the force at the time t? അപ്പൊ നമുക്ക് പവർ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ കമ്പോണൻസിന്റെ രൂപത്തിൽ എഴുതിയാൽ എഫ് ഡോട്ട് വി ആണ് അല്ലെ. എന്ന് പറയുമ്പോൾ എഫിന്റെ കമ്പോണന്റ് വി എക്സ് പ്ലസ് എഫ് വൈ വി വൈ പ്ലസ് എഫ് ഇസഡ് വി ഇസഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓരോ ഫോഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, അവിടെ നമ്മുടെ കൃത്യതയോടെ വെലോസിറ്റിയെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പൊ അവിടെ നമുക്ക് വെലോസിറ്റിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക? ഇവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്ന 2ti പ്ലസ് 3t സ്ക്വയർ ജെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മാസ് 1 ആയതുകൊണ്ട് ആക്സിലറേഷന്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി.
2ti പ്ലസ് 3t²j. എങ്കിൽ ഏത് മെത്തേഡ് വഴി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും? ഈ v വെക്ടറിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും? ഒന്ന് ശ്രദ്ധിച്ചേ, ചിന്തിച്ചേ. അവിടെയാണ് നമ്മൾ വൺ ഡയമെൻഷൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ ആപ്ലിക്കേഷൻ ഇതാ ഇവിടെ വന്നിരിക്കുക. എങ്ങനെ നമുക്ക് ചെയ്യാം? കമോൺ എവരിബഡി, ഒന്ന് ചിന്തിച്ചേ. യെസ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് dv/dt ആയിട്ട് എടുക്കുക അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2ti പ്ലസ് 3t² × j. അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ dv എന്ന് പറയുന്നത് ഇന്റഗ്രൽ 2ti പ്ലസ് 3t²j ഇൻറ്റു നമ്മുടെ dt ആയിട്ട് മാറി. അപ്പൊ അതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. സോ വെലോസിറ്റി എന്തായിട്ട് നമുക്ക് കിട്ടി? സോ 2 into t²/t 2 plus 3 into t³/3. സോ അപ്പൊ അവന്റെ I കമ്പോണന്റ് ആണിത്, അതിന്റെ J കമ്പോണന്റ് ആണ്. അപ്പൊ നമുക്ക് 2 2 ക്യാൻസൽ ചെയ്യാം, 3 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ x കമ്പോണന്റ് t² എന്ന് നമുക്ക് കിട്ടി. y കമ്പോണന്റ് എന്ന് പറയുന്നത് t³ ആയിട്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോഴ്സിലേക്ക് വരാൻ വളരെ ഈസി അല്ലേ? പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വന്നേ. എന്താണ് Fx? Fx is nothing but equal to 2t into എന്താണ് Vx? Vx is nothing but equal to t² plus എന്താണ് Fy എന്ന് പറയുന്നത്? It is nothing but equal to 3t² into എന്താണ് Vy എന്ന് പറയുന്നത്? It is nothing but equal to t³. So that is equal to നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റി 2t³ പ്ലസ് 3t⁵5. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ ചിലർക്ക് കാൽക്കുലേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് യു ഗെറ്റ് ദ ആൻസർ ആസ് എക്സാക്ട്ലി ഫോർ ദ 9th ക്വസ്റ്റ്യൻ. അവർ ഡി ഓപ്ഷൻ, ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഡിയർ സ്റ്റുഡൻസ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇങ്ങനെയുള്ള വളരെ ലെവലുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങളൊരു റിവിഷൻ നടത്തുന്ന സമയത്ത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഹാവ് ദ ചാൻസ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള അവസരമാണ് നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുന്നത്. അത് SS ഫിസിക്സ് ക്ലാസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഗ്രൂപ്പ്സ്. ഒരു കാരണവശാലും മറന്നു പോകരുതേ. നമ്പർ 10. One coolie takes 1 minute to raise a suitcase through a height of 2 meters. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ട് കേസിനെ ഒരു ഹൈറ്റിലേക്ക് 2 മീറ്റർ ഹൈറ്റിലേക്ക് എത്തിക്കാൻ ആദ്യത്തെ കൂലി എടുക്കുന്നത് അദ്ദേഹം എടുത്തത് 1 മിനിറ്റ് ആണ്. അപ്പൊ 60 സെക്കൻഡ് ആണ്. But the second coolie takes just 30 seconds. അദ്ദേഹം എടുത്തത് 30 സെക്കൻഡ് ആണെങ്കിൽ to raise the same suitcase to the same height, the powers of 2 coolies are in the ratio. പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇൻറ്റ്യൂഡൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിഞ്ഞൂടെ? പവർ എന്ന് പറയുന്നത് എന്താണാവോ? വർക്ക് ബൈ ടൈം ആണ്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം mgh ഡിവിഷൻ ബൈ ടൈം ആണ് അല്ലേ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ജസ്റ്റ് ഫോർ ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് തുല്യമല്ലേ? കാരണം അവരെടുക്കുന്ന സ്യൂട്ട് കേസ് സെയിം ആണ്, ഒരേ ഹൈറ്റിലേക്കാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിട്ട് മാറത്തില്ലേ? അപ്പൊ നമ്മുടെ ഈ പവർ എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ടൈമിനെ മാത്രമല്ലേ ഡിപ്പെൻഡ് ചെയ്യൂ? അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിൽ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് P1 by P2 is equal to the second time division by 1 ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അപ്പൊ T2 by T1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആളെടുത്ത 30 സെക്കൻഡ് ബൈ ദ ഫസ്റ്റ് ആളെടുത്ത 60 സെക്കൻഡ് കൊടുത്താൽ അത് 1/2 ആയി മാറില്ലേ? അപ്പോൾ നമുക്ക് വ്യക്തതയോടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞില്ലേ? സോ യു ഗെറ്റ് ദ ആൻസർ ആസ് ഫോർ ദ 10th one exactly our A choice, the first one. കണ്ടോ, നമുക്ക് അറിയാവുന്ന തിയറിയെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയപ്പോൾ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു.
വേരിയബിൾ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആകട്ടോ അടുത്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ തറവായിട്ട് എല്ലാ ആസ്പെക്ട്സും നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ കമാൺ, ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. An engine pumps water through a hose pipe. Water passes through the pipe and leave it with a velocity of 2 meter per second. The mass per unit length of water in the pipe is 100 kilogram per meter. Then what is the power of the engine? That is the question. അപ്പൊ നമുക്ക് വേരിയബിൾ മാസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പവർ എന്ന് പറയുന്നത് F.V ആണ്. ഗുഡ്. എഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു V into dm/dt ആണ്, into V ആണ്. So that is equal to V square into dm/dt. അപ്പൊ ഇവിടെ വെലോസിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ there is no information regarding the mass per unit time. The mass of water coming from the hose per unit time is not given, but there is another information, mass per unit length. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പൊ dm/dt അല്ലേ, അതിനെ നമുക്ക് ഒരു dx-ഉമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാനുള്ള ഒരു ശ്രമം അങ്ങ് നടത്തിയേ. അപ്പൊ dx ക്യാൻസൽ ആയി, നമ്മുടെ dm/dt തന്നെ കിട്ടി. പക്ഷേ ഇതിനൊരു മീനിങ് ഇല്ലേ? അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അതല്ലേ നമുക്ക് തന്നിരിക്കുക. പക്ഷെ dx/dt നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റും. Come on, say what is dx/dt? Come on everybody. എന്താണ് dx/dt? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? അത് സിമ്പിൾ ആയി വെലോസിറ്റി അല്ലേ? അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായിട്ട് പറയാം? V cube into dm/dx, the mass per unit length ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ പുട്ട് ദ വാല്യൂ ഫോർ V cube. എന്താണ് അവിടെ വന്നിരിക്കുന്ന V ഇവിടെ എന്ന് പറയുന്നത്? 2 cube into dm/dt. Yes, it is given as is equal to 100 kilogram per meter. So that is equal to 2 cube. It becomes 8 into 100. So you get the answer as 800 watt. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ ഉപയോഗിച്ചു. ഒന്നെന്ന് പറയുന്നത് ഒരു വേരിയബിൾ സിസ്റ്റം വരുമ്പോൾ അവിടുത്തെ പവർ എന്താണ്? അത് V square into dm/dt ആയിട്ട് നമ്മൾ പറഞ്ഞു. അടുത്ത ആസ്പെക്ട് എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്ങനെ നമ്മുടെ dm/dt-യെ dm/dx ആയിട്ട് മാറ്റി മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറ്റി. അവിടെ നമ്മൾ dx കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് you get the answer. So you get the answer exactly our D choice. So dear one, is it okay? Comfortable? Come on, message me everybody. Please message me. Is it okay? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ റിവൈസ് ചെയ്യുന്ന ആസ്പെക്ട്സുകൾ കുഞ്ഞുങ്ങളെ വളരെ വ്യക്തതയോടെ, കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റുകയാണ് കൊളിഷൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ കൊളിഷൻസ് നമ്മൾ പലതെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട 3 ടേമുകൾ ഇതാണ്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളിഷൻ, 3 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കണ്ടീഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന്, മൊമെന്റം എന്ന് പറയുന്ന ടേം ഈസ് കൺസർവ്ഡ് ഫോർ ദ 3 കേസസ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. പക്ഷെ അതേസമയം മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ്, ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. പക്ഷെ ഈ 2 കേസസിലും കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ് ആണ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അത് വളരെ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ടേമാണ്. ഈയുടെ വാല്യൂ, ദ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ ദാറ്റ് അപ്രോച്ച്, ആ വാല്യൂ തീരുമാനിക്കും. അപ്പൊ ഇ എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ആ ഇയുടെ വാല്യൂ, കമന്റ് സേ, ആർ യു റിമെമ്പറിംഗ് the value of E for perfectly inelastic collision?
Come on. Orthu parane, what is the value for it? Come on, everybody. Keep in mind. Yes, 0, exactly. But for inelastic collision, it lies in between that. Less than 1 ആയിരിക്കും നമുക്ക് സാധാരണ രൂപത്തിൽ inelastic collision വരുമ്പോൾ. ഈ perfectly inelastic collisionന്റെ പ്രത്യേകത ഓർക്കണേ. After collision, that two bodies combine together and become a single body ആയിട്ട് മുന്നോട്ട് പോകും. അത് വളരെ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി രണ്ട് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷന്റെ സൊല്യൂഷൻസ് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വെക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സി, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ബോഡീസ് ഉണ്ടെന്നിരിക്കട്ടെ, ദാറ്റ് M1 and another one as M2. They are moves with a velocity as U1 and U2. They collide together. After collision, and that M1 body is moves with V1 and M2 body that moves with V2. എങ്കിൽ അത് ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അവയുടെ ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിലെ സ്റ്റാർ ഇട്ട് കളർ അടിച്ച് നിങ്ങൾ വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. that V1 take the value as M1 minus M2 division by M1 plus M2 into U1 plus 2M2 division by M1 plus M2 into U2. വളരെ പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ബോഡിയുടെ സെക്കൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് മറന്നു പോകരുത്. 2M1 division by M1 plus M2 into that U1 plus that M1 minus M2 division by M1 plus M2 into U2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. M2 minus M1, that is very important one. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. സോ വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കും. അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരതയോടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക്, ഇതാണ് കൺസെപ്റ്റ്. ഒരു ബോഡിയെ H എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്ന് താപ്പോട്ടിട്ടാൽ അവൻ n ബൗൺസുകൾക്ക് ശേഷം റെസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള 3-4 കേസസിന്റെ ആൻസേഴ്സ് ഞാൻ പറയാം. അത് നോട്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. അതിൽ എന്ത് കൊളിഷനിലെ വെലോസിറ്റി എന്തായിരിക്കും? That is e raised to n times of the first one. That is a very important one. First one വന്നു വീഴുന്ന വെലോസിറ്റി എന്താണോ അതിന്റെ e raised to n വാല്യൂ ആയിരിക്കും. അതേപോലെ nth കൊളിഷനിലെ ഹൈറ്റ് എന്തായിരിക്കും? Keep in mind e raised to 2n of that the first height. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അങ്ങനെ n ഹൈറ്റ് കൊണ്ട് അവൻ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ സെപ്പറേഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ പ്രധാനപ്പെട്ട കേസാണ്. That is nothing but equal to S is equal to that H into 1 plus E square division by 1 minus E square. വളരെ പ്രധാനമാണ്. The fourth one, that how much time it will take to complete n impacts. So that T is given as is equal to that root 2H division by G into 1 plus E by 1 minus E. ഇതൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യമുള്ള കേസസ് ആണ്. അത് കൃത്യമായിട്ട് കൊളിഷന് വേണ്ടി നിങ്ങൾ ഒരു 30 minutes കൊടുക്കണേ. വി ക്യാൻ വെയിറ്റ് 1 question ഫോർ യു, നോ ഡൗട്ട് അറ്റ് ഓൾ. അതുകൊണ്ട് നിർബന്ധപൂർവ്വം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വി ആർ വെയിറ്റിംഗ് വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം 2019. നിങ്ങളെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ച എവരിബഡി. ബോഡി ഓഫ് എ mass 4m moving with a speed u collides with another body b of mass 2m at rest. അപ്പോൾ നമ്മുടെ കയ്യിൽ എ ബോഡി ഉണ്ട്, അവന്റെ മാസ് 4m ആണ്, അവന്റെ വെലോസിറ്റി u ആണ്. ബി ഉണ്ട്, അവന്റെ മാസ് m ആണ്, അവന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ u1 എന്ന് പറയുന്നത് u ആണ്, u2 എന്ന് പറയുന്നത് 0 ആണ്. The collision is head-on and elastic. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് ആണ് under consideration. After the collision, the fraction of energy lost by the colliding body A യുടെ ഫ്രാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്.
എന്താണ് ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ്. അവന്റെ ഇനിഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഇതാണെങ്കിൽ, അവന്റെ ഫൈനൽ കൈനറ്റിക് എനർജി ഇതാണെങ്കിൽ, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ബൈ ദ ലോസ്റ്റ് അപ്പൊ നഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി final minus kinetic energy initial by that total initial kinetic. But that will happen with respect to A. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഒന്ന് ശ്രദ്ധിച്ചേ. അതിൽ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഇക്വേഷൻ ആണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ എയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അല്ലെ. അവന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇപ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എന്താണ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഹാഫ് ഇൻറ്റു അവന്റെ മാസ് എടുക്കുന്ന കാര്യം മറന്നു പോകരുത്, 4m ഇൻറ്റു അവന്റെ വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്നുണ്ട് u² ആണ്. സോ നമുക്ക് 2m u² എന്ന് കിട്ടി. അത് മനോഹരമായ നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് മാറി. ഇനി അടുത്ത് വേണ്ടത് ഫൈനൽ കേസ് ആണ്. ഫൈനൽ കേസ് വരുമ്പോൾ എയുടെ കാര്യം എടുത്താൽ മതി. അപ്പൊ v1ന്റെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരട്ടെ. m1 മൈനസ് m2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 ഇൻറ്റു ദാറ്റ് u1 പ്ലസ് 2m2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് the second body is at rest. You can cancel that u2 and hence you can substitute for m1 as 4m minus m division by that 4m plus em into that initial velocity as u. So you get the value as that 3m division by, so 4m minus 2m. Yes, 2m. 4m minus 2m. About 2m by that 6m, that much into a. That is u by 2. അപ്പൊ അവന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഫൈനൽ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. That kinetic energy final for that a body is half into അവന്റെ മാസ് 4m into അവന്റെ വെലോസിറ്റി as u² division by 9 എന്ന് പറയുമ്പോൾ നമുക്ക് 2m u² division by 9 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ കൂടുതൽ, നമുക്ക് അത് ആദ്യം എഴുതാം. That 2m u² minus that final value as 2 by 9m into u², that division by that initial value as 2m into u², that much into 100. So 2m u² cancel. So you get the value 1 minus 2 by 9. Sorry, 1 by 9. Percentage വേണ്ട, fraction മാത്രം കണ്ടുപിടിച്ചാൽ മതി. So 9 minus 1, it becomes 8 by 9. So you get the answer as the second option. So കുഞ്ഞുങ്ങളെ, അവിടെ ഈ റിലേഷനെ പറ്റി നമുക്ക് അവിടെ ഡെറൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനേ ഉണ്ടാവില്ല, അതിനുള്ള സമയമില്ല. അപ്പൊ ഈ മുറ 200 ക്വസ്റ്റ്യൻ കൂടെ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജിയിൽ പറഞ്ഞ മൈൻഡ് മാപ്പ് ഓരോ ചാപ്റ്ററിലും കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുക. അതിൽ ഇങ്ങനെയുള്ള ലോങ് റിലേഷൻസ്, അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉൾപ്പെടെ നിങ്ങൾ എഴുതി വെച്ചേക്കണേ, ഈയുടെ ടേമിലുള്ള ഇക്വേഷൻസ്. So that is a very important one, and you get the answer as the second option. B as the answer. Exactly, you are right. And we can move with the question number, the next one as exactly that number 13. Come on everybody. നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. A moving block having mass m collide with another stationary block. So another one that 4m in mass but stationary block. The lighter block comes to rest after collision. When the initial velocity of the lighter block is v, the value of coefficient of restitution will be. അപ്പൊ ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് സെപ്പറേഷൻ ബൈ that velocity of approach. So that is the concept we have to use here. അപ്പൊ അങ്ങനെ വരുമ്പോൾ the relative velocity of separation by the relative velocity of approach നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പൊ ആ വെലോസിറ്റി സെപ്പറേഷൻ ആഫ്റ്റർ കൊളിഷൻ എന്താണ് സംഭവിച്ചത്, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പറയുന്ന കേസസ് എന്ന് പറയുന്നത് ഇനിഷ്യലി എം വി വെലോസിറ്റി പോകുന്നു, ഇവൻ റെസ്റ്റിലാണ് ഇരിക്കുന്നത്.
എന്നിട്ട് ആഫ്റ്റർ കൊളിഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പറയുന്നത് ദ ലൈറ്റ് ബ്ലോക്ക് കംസ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് എന്തായി? അവന്റെ വെലോസിറ്റി 0 ആയി. അപ്പൊ 4m മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ഡാഷ് ആണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഏത് കൊളിഷൻ ആണെങ്കിലും അവിടെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൊമെന്റം കൺസർവേഷൻ ഈസ് ദേ. അപ്പൊ മൊമെന്റം കൺസർവേഷൻ നമ്മൾ കൊടുത്തേ. അപ്പൊ നമുക്ക് m1u1 പ്ലസ് m2u2 it should be equal to m1v1 plus m2v2. Before and after, the momentum is conserved. For the first body, we can say m into v. For the second body, 4m into 0. It must be equal to m into 0 plus that m2, that 4m into what? v2. Our aim is to find what is the final velocity. So v2 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് em into v division by 4m ആയിട്ട് എടുക്കാം. So that is equal to v by 4 ആയിട്ട് കിട്ടി. വെലോസിറ്റി സെപ്പറേഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ കൊളിഷൻ ആണ്. അപ്പൊ ആഫ്റ്റർ കൊളിഷൻ നമ്മുടെ സെക്കൻഡ് ബോഡിക്ക് v by 4, ആദ്യത്തെ ബോഡി റെസ്റ്റിലാണ്. സോ സിമ്പിൾ ആയിട്ട് അതായിട്ട് എടുക്കാം. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമുക്കറിയാം, എ ബോഡി ബി വെലോസിറ്റി ആണ്, പക്ഷേ ബി ബോഡി റെസ്റ്റിലാണ്. സോ ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ ബി തന്നെ കിട്ടി. സോ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് 1 by 4. സോ വാട്ട് ഈസ് ആൻസർ there? 1 by 4, you get the concept as is equal to the second option, 0.25. It's a good ആയിട്ടുള്ള ഒരു question ആണ്. You get the answer as is equal to 0.25. So we can move with the next one. Everybody, is it clear? നിങ്ങളെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വെയിറ്റ് ചെയ്യുന്നത്. നമ്പർ 14. A ball is thrown vertically downwards. അപ്പോ നമ്മളൊരു ബോളിനെ താഴോട്ട് എറിയുകയാണ് with a height of 20 meter. It collides with the ground and loses 50% of its energy in collision and rebounds to the same height. The initial velocity v0 is. അപ്പൊ നമ്മുടെ കൈനറ്റിക് എനർജി ആസ്പെക്ട് പറഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക്, നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി ബൈ സേ കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 50% ആയിട്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ടാ. ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളിഷൻ നടന്നു കഴിയുമ്പോൾ അവന് 50% ലോസ് ആയി. പക്ഷെ അത് കാരണം അവൻ എച്ച് ഹൈറ്റ് പൊങ്ങിയെന്നാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ട് കൈനറ്റിക് എനർജി ഇവൻ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി വി എഫ് ആയിട്ട് എടുത്താൽ അവന് നമുക്ക് വി എഫ് സ്ക്വയർ ആയിട്ട് നമുക്ക് എടുത്തൂടെ? എന്താണ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ? അപ്പൊ അവൻ ഇവിടെ നിന്ന് കൊടുത്ത ആ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ഹാഫും v1 സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അതല്ലേ നമുക്ക് 1 by 2 ആയിട്ട് കിട്ടി. ഹാഫ് എം ക്യാൻസൽ ആയില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആസ്പെക്ട് കിട്ടിയത് that vf by v1, that much square, that is equal to 1 by 2. So we can easily say that vf division by v1 എന്ന് പറയുന്നത് 1 by √2 ആയിട്ട് കിട്ടി. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വി ഫൈനൽ. അപ്പൊ ഇവൻ ഇവിടെ നിന്ന് അക്വയർ ചെയ്ത വെലോസിറ്റി കൊണ്ട് എച്ച് ഹൈറ്റ് പൊങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ വി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, ഇറ്റ് ഈസ് √2gh ബൈ എന്താണ് വി ഇനിഷ്യൽ. അവന് v0 ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അവൻ എച്ച് ഹൈറ്റ് താഴോട്ടും വരികയും ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വി എന്ന് പറയുന്നത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as കൊടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ പ്ലസ് 2gh ആയിട്ട് മാറിയില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by √2. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഒന്ന് സ്ക്വയർ ചെയ്തേ. സോ 2gh ഡിവിഷൻ ബൈ വി സ്ക്വയർ പ്ലസ് 2gh is equal to 1 by 2. So that is equal to, we can say as a 4gh is equal to v0 square plus 2gh. So we can easily say that 4gh minus 2gh, that is equal to 2gh is equal to v0 square. Our aim is to find what is the initial velocity. It is equal to √2gh. So that is equal to root of 2 into that 10 into that height is 20. That is equal to 400. That is exactly, you get the answer as 20 meter per second. That means A as the answer.
Is it clear? Once again, ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ വ്യക്തതയോടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. ശ്രദ്ധിക്കൂ. A ball is thrown vertically downward from a height 20 with an initial velocity v0. It collides with the ground, loses 50% of the energy. എന്ന് പറഞ്ഞാൽ അവന് ഡ്രോപ്പ് ചെയ്തതല്ല, എറിഞ്ഞതാണ്. അവന് എറിഞ്ഞു. അപ്പൊ അവന്റെ ഇനിഷ്യൽ ഡ്രോപ്പിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ അവനൊരു എനർജി എക്സ്ട്രാ കൂടെ ഉണ്ട്. പക്ഷെ വന്നു വീഴുന്നപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന എനർജിയുടെ 50% അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് 50% കൊണ്ട് അവൻ മുകളിലോട്ട് ഹൈറ്റിലേക്ക് പൊങ്ങി വന്നു. ഇതാണ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ അവന്റെ 50% എനർജിയുടെ റിലേഷൻ ആദ്യം എടുത്തു. എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുക? കൈനറ്റിക് എനർജി അവന് രണ്ടാമത്തെ കേസാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ആ ഫൈനൽ കൈനറ്റിക് എനർജി ബൈ കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് 50% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആയിട്ട് എടുത്തു. ദാറ്റ് സ്റ്റെപ്പ് ഈസ് ക്ലിയർ. അടുത്ത് നമ്മൾ ചെയ്തത് ആ കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 50% ലോസ് ചെയ്തിട്ട് ആ കൈനറ്റിക് എനർജി നമ്മൾ ഹാഫും v(f²) എന്ന് പറഞ്ഞാൽ വന്ന് വീണിട്ട് അവൻ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി ആണ് ഇവിടത്തത് vf ആയിട്ട് നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് ഹാഫും v². ഇനി അവനിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്താണ്? അതാണ് നമ്മൾ ഹാഫും v(1²) ആയിട്ട് എടുത്തത്. എന്ന് വെച്ചാൽ ഇവിടത്തെ കൈനറ്റിക് എനർജി. അപ്പം ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, രണ്ടാമത്തെ കേസില് ആ vf വെലോസിറ്റി അവൻ കിട്ടിക്കഴിഞ്ഞ് h ഹൈറ്റ് ആണ് അവൻ പൊങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഓർക്കണം, അവനിലുള്ള എനർജി എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദാറ്റ് v0 ബട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇമ്പാക്ട് ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ഇനിഷ്യൽ കോൺസെപ്റ്റ്സില് നമ്മളുടെ എനർജി എന്ന് പറയുന്നത് √v0² + 2gh ഇവിടെ വന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. So we can say 2gh by v0² + 2gh is equal to 1/2. Is it clear? അപ്പൊ നമ്മൾ ജസ്റ്റ് അടുത്ത് നമ്മൾ സ്റ്റെപ്പ് ചെയ്തത് ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, നമ്മൾ v0യിലേക്ക് എത്തി. അപ്പൊ ഈ ഒരു പോയിന്റ് മറന്നു പോകരുത്. നമ്മൾ എറിയുന്ന സമയത്തുള്ള അവന്റെ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, കാരണം ഇതൊരു കൈനറ്റിക് കൺസെപ്റ്റിൽ മാത്രമല്ല പറയുന്നത്, എനർജി ഇൻ കൊളിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ അതിനകത്ത് കൈനറ്റിക് എനർജിയും അതോടൊപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ്സ് കൂടി അവിടെ ഉണ്ടായിരിക്കും. യെസ്, വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റെപ്പിൽ വരുമ്പോൾ അത് ഓർക്കുക, v1 എന്ന് പറയുന്നത് √v0² + 2gh ആയിട്ട് നമുക്ക് പറയാം. യു ഗെറ്റ് ദ ആൻസർ ആസ് 20 m/s. A very good question. So we can move with the question number 15. See the very important concept. A body of mass 5 kg explodes at rest into 3 fragments with masses in the ratio 1:1:3. The fragments with equal masses fly in mutually perpendicular directions with the speeds of 21 m/s. The velocity of heaviest fragments in m/s will be. അപ്പൊ നമുക്ക് ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു 5 കിലോഗ്രാം ആയിട്ടുള്ള നമ്മുടെ ബോഡിയാണ്. അത് 3 ഫ്രാഗ്മെന്റുകളായിട്ട് മാറുകയാണ്. നമുക്ക് അതിനെ ഒന്ന് പിക്ചർ ചെയ്യാം. 1, 2 and 3. എന്നിട്ട് പറയുന്നു ദ ഈക്വൽ മാസസ്. അപ്പൊ 5നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 1:1:3. അപ്പൊ ഇവന് 1 കിലോഗ്രാം മാസം നമുക്ക് എടുക്കാം, ഇവന് 1 കിലോഗ്രാം മാസം എടുക്കാം. 3 ടോട്ടൽ ആയിട്ട് നമുക്ക് 5 കിലോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവര് 1 കിലോഗ്രാമും ആ 1 കിലോഗ്രാമും മൂവ് ചെയ്യുന്നത് 21 m/s വെലോസിറ്റിയിലാണ്. അപ്പൊ അത് ഈ തരത്തിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് പറയാം. അതിന് നമുക്ക് P1 ആയിട്ട് എടുക്കാം. സേ P1, ഇത് P1, രണ്ടും ഈക്വൽ ആണ്. The velocity of the heaviest fragment, that is a question. അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, that will happen there. അപ്പൊ ആഫ്റ്റർ കൊളിഷൻ
നമുക്കറിയാം ബിഫോർ കൊറിഷൻ 0 ആണ് മൊമെന്റം. അത് തന്നെയായിരിക്കണം യെസ് P1 പ്ലസ് P2 പ്ലസ് P3യുടേതും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് P1 ആൻഡ് ഈ P1 ഇത് രണ്ടും റൈറ്റ് ആംഗിളിലാണ് അല്ലെ. അപ്പൊ നമുക്ക് റിസൾട്ട് എന്തെങ്കിലും എടുക്കാം, √2P ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഈ തേർഡ് ഫ്രാഗ്മെന്റിന്റെ എന്തായിരിക്കണം, എങ്ങോട്ടായിരിക്കണം? അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് അല്ലെ. യെസ്, തേർഡിൻ്റെത് ഇതേ വാല്യൂ ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ അത് ബേസ് ചെയ്ത നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നു, നോ ഡൗട്ട് അല്ല. അപ്പൊ നമുക്ക് അതെങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഈ 3 കിലോഗ്രാം മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V3 ആയിട്ട് എടുത്താൽ അവന്റെ മൊമെന്റം എങ്ങനെ കിട്ടും? അപ്പൊ മാസ് ഓഫ് 3 കിലോഗ്രാം ഇൻറ്റു ദ വെലോസിറ്റി ഓഫ് V3 എന്ന് പറയുന്നത് നെറ്റ് എഫക്റ്റിൽ എന്ത് തന്നെ ആയിരിക്കണം, √2 ടൈംസ് ഓഫ് P ആയിരിക്കണം. സോ വി ക്യാൻ സേ 3 കിലോഗ്രാം ഇൻറ്റു V3 എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് P എന്ന് പറഞ്ഞാൽ അവന്റെ 1ന്റെ മാസ് ഇൻറ്റു അവന്റെ വെലോസിറ്റി എന്നർത്ഥം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു അവന്റെ മാസ് 1 കിലോഗ്രാം ആണ് അല്ലെ, അവന്റെ വെലോസിറ്റി 21 എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ V3 എന്ന് പറയുന്നത് we can say as a √2 into 21/3. That is a 3 cancel and you get the answer as a 7√2. That means we get the choice as the first one. That is a very important one. അപ്പൊ ഒരിക്കൽ കൂടെ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു മാസാണ് 1:1:3 എന്നുള്ള തരത്തില് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. അപ്പൊ നമ്മൾ ബിഫോർ ആ എക്സ്പ്ലോഷൻ 0 ആണ് മൊമെന്റം. അപ്പം ആഫ്റ്റർ കൊളിഷൻ, ആഫ്റ്റർ എക്സ്പ്ലോഷൻ ആ 3 മാസിന്റെ നെറ്റ് മൊമെന്റം 0 ആകും. അപ്പൊ അതിൽ 2 കേസസ് നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓരോ കിലോഗ്രാമിൻ്റെത് അവ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയാണ്. അപ്പോ തേർഡ് വണ്ണിൻ്റെത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം ആദ്യത്തെ 2ന്റെ റിസൾട്ടന്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ √2 സംതിങ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനേ നമ്മൾ ശ്രമിച്ചുള്ളൂ, അതുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി മൈനസ് സൈൻ അവിടെ ഇല്ലാതെ പോയത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെ നമുക്ക് എടുക്കാം. സോ ഈ ഒരു വാല്യൂ ആയിട്ട് ഇതേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യും. അപ്പൊ √2P എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും ഇവിടെ വരും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. സോ യു ഗെറ്റ് ദ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ കുഞ്ഞുങ്ങൾ? സോ യു ഗെറ്റ് ദ ചോയ്സസ്, ദ ഫസ്റ്റ് വൺ ഫോർ അവർ 15th question. So dear one, you have to wait a lot for this chapter. ഒത്തിരി ആഗ്രഹിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. കാരണം റൊട്ടേഷണൽ മോഷൻ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഡേ 6 റൊട്ടേഷണൽ മോഷൻ ടുമോറോ. സോ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല, നാളെ ക്ലാസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ വേണ്ടി ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ പാൻഡമിക്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്താൽ അവർക്കതൊരു ഗുണകരമായിരിക്കും. നിങ്ങൾ പോലും അറിയാതെ 25 ഡേയ്സ് കൊണ്ട് ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റ്സും നല്ല പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഈ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. സോ പ്ലീസ് ഷെയർ ദിസ് വൺ. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.